ന്യൂനപക്ഷ വോട്ടുകളുടെ വലിയ ഏകീകരണം ഉണ്ടായി. അത് ഇത്തവണ ഉണ്ടാവാനുള്ള സാഹചര്യമുണ്ടോ? കാരണം CPM വളരെ ആക്റ്റീവായി ആ മേഖലയിൽ അവരുടെ രാഷ്ട്രീയം പയറ്റുന്നു. CAA കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഇല്ലാത്തത് ചൂണ്ടിക്കാണിക്കുന്നു. മുസ്ലിം ലീഗിനെ കൊടിയെടുപ്പിക്കുന്നില്ല. ഇതൊക്കെ ഘടകമാവില്ലേ? ഒരിക്കലും ആവില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പ് മോഡിയെ പരാജയപ്പെടുത്താൻ, RSSനെയും BJPയും പരാജയപ്പെടുത്താൻ അതിന് കഴിയുന്നത് കോൺഗ്രസിനാണ്. 50 സീറ്റിൽ താഴെ മത്സരിക്കുന്ന CPMന് ഒന്നും കഴിയത്തില്ല എന്ന് അവർ ജനങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് ചരിത്രം ഹിസ്റ്ററി വിൽ നെവർ റിപ്പീറ്റ് ഇറ്റ് സെൽഫ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത് തന്നെ പ്രയോഗിച്ചതാണ്. അതിൻ്റെ പ്രയോജനം അവർക്ക് കിട്ടി. അതുകൊണ്ടാണ് ഭരണ നേട്ടങ്ങളെപ്പറ്റി പറയുന്നില്ല, മറ്റ് രാഷ്ട്രീയം പറയുന്നില്ല, മോഡിയെപ്പറ്റി വാക്കുപോലും പറയുന്നില്ല, അമിത്ഷായുടെ പേര് പറയുന്നില്ല. ആകെ പറയുന്നത് CAA ആണ്. CAA കൊണ്ടുവന്ന ആരാ? മോഡി. CAA എതിർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞങ്ങൾ എതിർത്തപ്പോൾ അന്ന് മിണ്ടാതിരുന്ന ആളാണ് പിണറായി വിജയൻ. ഇതിനെതിരായി സമരം ചെയ്ത ചെറുപ്പക്കാർക്കെതിരെ മുഴുവൻ കേസെടുത്ത ഗവൺമെൻറ്റാണിത്. ആ കേസ് ഇതുവരെ പിൻവലിച്ചിട്ടില്ല മുഴുവനായി. കോടതി പോയത് ഞാനാണ്. സുപ്രീം കോടതിയിൽ ലീഗും ഞാനുമാണ് കേസ് കൊടുത്തിട്ടുള്ളത്. CPM എന്ത് ചെയ്തു? അപ്പോൾ പറയുകയല്ലാതെ ഇവർക്ക് ഒരു ആത്മാർത്ഥതയും ഇതിനോടില്ല എന്ന് മതന്യൂനപക്ഷങ്ങൾക്ക് ബോധ്യപ്പെടും. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആദ്യത്തെ ക്യാബിനറ്റിൽ ഈ പൗരത്വ നിയമ ഭേദഗതി റദ്ദാക്കാനുള്ള നടപടി സ്വീകരിക്കും. ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തത് അവസാന നിമിഷമാണ് CAA കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ നിന്ന് ചാടിപ്പോയത് എന്നാണ്. അവസാന നിമിഷം CAA ഉൾപ്പെടുത്തി അതിന് കുഴപ്പമുണ്ട്. എവിടുന്ന് കിട്ടാനാ? കോൺഗ്രസിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഒക്കെ വെറുതെ പറയുന്നു. അത് CPMനെ സഹായിക്കാൻ വേണ്ടി ആരോ എഴുതി കൊടുത്തതാണ്. ഇപ്പം ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ CAA ആദ്യത്തെ ക്യാബിനറ്റിൽ റദ്ദാക്കും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ എന്ന് പറയുന്നു. അതെന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയോ മല്ലികാർജ്ജുൻ ഖാർഗെയോ സോണിയാഗാന്ധിയോ പറയാത്തത്? അതൊക്കെ പറഞ്ഞല്ലോ അവര്. പ്രിയങ്ക ഗാന്ധി ഇന്നലെ പറഞ്ഞല്ലോ. രാഹുൽ ഗാന്ധി എത്രയോ തവണ പറഞ്ഞു പൗരത്വം തീരുമാനിക്കാനുള്ള മാനദണ്ഡം ജാതിയോ മതമോ അല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? പ്രിയങ്ക ഗാന്ധി പറഞ്ഞല്ലോ ഞങ്ങൾ തിരുത്തുമെന്ന് പറഞ്ഞല്ലോ. അപ്പം ഇത് മാത്രമേ അവർക്ക് പറയാനുള്ളൂ. പിണറായി വിജയൻ്റെ ഗവൺമെൻറ് നേട്ടം പറയാനില്ല, CPMന് നയങ്ങൾ പറയാനില്ല. ഇത് മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അടവ് നയമാണ്. അതൊന്നും കേരളത്തിൽ വിജയിക്കാൻ പോകുന്നില്ല. അതിനേക്കാൾ വലിയ പോരാട്ടം വർഗീയതയ്ക്കെതിരെ, ഫാസിസത്തിനെതിരെ കോൺഗ്രസ് നടത്തുമ്പോൾ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾക്ക് അഭികാമ്യം എന്നുള്ള ചിന്ത അവരിൽ വളരെ ശക്തമാണ്. അത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു, ഒരു സംശയവുമാണ്. കാരണം ഇത്തവണയാണ് മോഡി കുറെ കൂടി ഭീകരമായ നിലയിൽ ഈ പ്രവർത്തനങ്ങൾ മുഴുവൻ കാഴ്ചവെച്ചത്. ആർട്ടിക്കിൾ 370, ഏക സിവിൽ കോഡ്, ഈ പൗരത്വ നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള ആക്ഷൻ ഉണ്ടായത് ഇപ്പോഴല്ലേ? മതന്യൂനപക്ഷങ്ങൾക്ക് ഭീഷണി ഉയർത്തത്തക്ക നിലയിലുള്ള ആക്ഷൻ ഉണ്ടായത് ഈ 5 വർഷമാണ്. അതുകൊണ്ട് തീർച്ചയായും മതന്യൂനപക്ഷങ്ങൾക്കറിയാം മോഡി വരാൻ പാടില്ല. മോഡിയെ തടഞ്ഞു നിർത്തണമെങ്കിൽ അതിന് കോൺഗ്രസിനെ കഴിയൂ, മോഡിയെ നേരിടണമെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് കഴിയൂ എന്ന് ബോധ്യമുള്ളത് മതന്യൂനപക്ഷം പിന്നെ എവിടെയാ വോട്ട് ചെയ്യാൻ പോകുന്നത്? CAA റാലികൾ നടത്തുന്നത് ഇടതുപക്ഷമാണ്. ന്യൂനപക്ഷങ്ങൾ രണ്ടാം തരം പൗരന്മാരാകാതിരിക്കണമെങ്കിൽ ഇടതുപക്ഷം വേണമെന്ന് പരസ്യം കൊടുക്കുന്നത് അവരാണ്. അപ്പൊ അതൊക്കെ കാണുന്നത്. അതുകൊണ്ട് പരസ്യം കൊടുത്തോണ്ട് ആരും വോട്ട് ചെയ്യൂ? എന്നാൽ പിന്നെ BJPക്ക് അല്ലേ വോട്ട് ചെയ്യേണ്ടത്? BJP ഏറ്റവും കൂടുതൽ പരസ്യം കൊടുക്കും. CPMന് ഇതിനകത്ത് ഒരു റോളില്ലല്ലോ. ദേശീയ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് BJPയെ നേരിടാൻ കഴിയുന്ന ഒരു റോളും അവർക്കില്ല. ഇവർ കേരളത്തിൽ 4 or 5 സീറ്റ് നേടാൻ ശ്രമിക്കുകയാണ്. എന്തിനാണ്? അവരുടെ ചിഹ്നം രക്ഷിക്കാനാണ്. കോൺഗ്രസ് ചരിത്രത്തിൽ ഏറ്റവും കുറവ് സീറ്റുകളിൽ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. അതെന്തുകൊണ്ടാണ്? മുന്നണി ആയതുകൊണ്ടാണ്. ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നു. ഇന്ത്യ മുന്നണി ഉണ്ടാക്കാൻ വേണ്ടി ബംഗാളിൽ, കേരളം ഒഴിച്ചുള്ള മഹാരാഷ്ട്രയിൽ, അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നതുകൊണ്ടാണ്. അതൊരു മുന്നണി അനിവാര്യമാണ് എന്ന് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ആ നിലപാട് സ്വീകരിച്ചത്.